അദ്ദേഹം വലിയ എതിരായിരുന്നു ഹോസ്പിറ്റലുകൾക്ക്. നല്ലൊരു തമാശ ശ്ലോകമുണ്ട്. വൈദ്യരാജ നമസ്തുഭ്യം എന്നാണ് ഓർക്കെ. ആർക്കാ നമസ്ത? വൈദ്യൻ. എന്താ കാരണം? യമരാജ സഹോദര. എന്താണ്? യമ ഹരതുമേ പ്രാണൻ. യമൻ എന്താ ചെയ്യാ? ഇവിടെ പ്രാണൻ കൊണ്ടുപോകും. വൈദ്യൻ എന്ത് ചെയ്യും? പ്രാണം പോയാലും ബില്ല് തരും. ആണോ അല്ലയോ? യമരാജ സഹോദര യമ ഹരതുമേ പ്രാണൻ വൈദ്യൻ ധനാനിച്ച. നിങ്ങൾ ചത്തു കഴിഞ്ഞാലും ബില്ല് തരും, കാശെടുത്തിട്ടേ ശവം കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയും. മരണം തരിക മാത്രമല്ല, എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ കാശും കൂടി പിരിക്കും. അറ്റ്ലീസ്റ്റ് ആ ധർമ്മങ്ങളും ചെയ്യണ്ടേ? മരിച്ച ആൾക്ക് ബില്ലില്ല എന്നെങ്കിലും പറയണ്ടേ? അതില്ല നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിൽ. ഇല്ല, പ്രശ്നം. അങ്ങനെ കുറേ വികട ശ്ലോകങ്ങളുണ്ട്. ആ, എന്താ അഭിപ്രായം പറയാ? അങ്ങനെ കുറേ നമ്മൾ ആ അനുഭവത്തിൽ കൃത്യമാണോ എന്ന് ചോദിച്ചാൽ ആ കാലത്ത് അത് കൃത്യമായിരുന്നു. അപ്പം അതിനേക്കാളും വലിയ സംഭവമാണ് നമ്മളിപ്പോൾ പറയുന്ന ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ്. ഒക്കെ പോസിബിളാണ്. ഇപ്പം എൻ്റെ അനുഭവത്തിൽ പറയാം. ഞാൻ അത് വായിച്ചിട്ട് എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ഗുരുവിനെ പരിചയപ്പെട്ട കാലത്ത് ഞങ്ങൾ ഋഷികേശിൽ ഒരു കോൺഫറൻസ് നടത്തിയിരുന്നു. പെയിൻ മാനേജ്മെന്റ് എന്നാണ്. എന്താണ്? സമാധി ആൻഡ് പെയിൻ മാനേജ്മെന്റ്, മെഡിറ്റേഷൻ ആൻഡ് പെയിൻ മാനേജ്മെന്റ്. ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോൾ അതേ വാക്കാ ഉപയോഗിക്കുക. ഞങ്ങൾ അങ്ങനെ പറയാറില്ലെങ്കിലും പക്ഷെ ബ്രൗഷറൊക്കെ അടിച്ചിട്ട് എബ്രോഡ് എന്നൊക്കെ 10-200 പേര് വരുന്ന ഒരു കോൺഫറൻസ് ആകുമ്പോൾ നമ്മൾ എന്തടിക്കണം? മെഡിറ്റേഷൻ ആൻഡ് പെയിൻ മാനേജ്മെന്റ്. ഇപ്പം പ്രസവ സമയം ആവുമ്പോൾ സാധാരണഗതിയിൽ വേദന വരും അല്ലേ? നിങ്ങൾ നല്ല മെഡിറ്റേറ്റർ ആണെങ്കിലോ വേദന അറിയാതെ പ്രസവിക്കണ്ടേ? അതല്ലേ മെഡിറ്റേഷൻ. നിങ്ങൾക്ക് ശരിക്കും സമാധിയൊക്കെ അനുഭവിച്ച് യോഗയൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ എന്ത് പാടില്ല? ഡെലിവറി പെയിൻ പാടില്ല. ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നത് പല്ല് പറിക്കുമ്പോഴാണ്. ആ വേദന പാടില്ല. നേസൽ സർജറി, മൂക്ക് സർജറി ചെയ്യുമ്പോൾ നല്ല വേദന ഉണ്ടാവും. അതറിയരുത്. അതുകൊണ്ടാണ് നമ്മൾ സഡേഷൻ കൊടുക്കുന്നത്. ആ സഡേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഇതിലെന്തില്ലായ്മയാണ്? എനിക്ക് വേദന അറിയാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സർജറിക്ക് വിധേയനാകുമ്പോൾ ഞാൻ എന്ത് പറയണം? ഞാൻ മെഡിറ്റേറ്ററാണ്, നിങ്ങൾ സർജറി ചെയ്തോ എന്ന് പറയണ്ടേ? എന്നിട്ട് മെഡിറ്റേഷനിൽ പോകണ്ടേ? അത്ര ധൈര്യമുള്ളവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെയായിരുന്നു എൻ്റെ ഗുരു രമണ മഹർഷി. അങ്ങനെയായിരുന്നു. വളരെ വിരളമായിട്ട് മാത്രമേ അങ്ങനെയുള്ള കഴിവുള്ളവരുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ നടത്തിയൊരു കോൺഫറൻസിൽ എൻ്റെ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള അങ്ങനെ സർജറിക്ക് പോയിട്ടുള്ള കുറേ പേര് കൂടെ ചേർന്നിട്ടുള്ളൊരു കോൺഫറൻസ് ആയിരുന്നു. ആ കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് വൈകുന്നേരം കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞാൽ പാട്ടുകളൊക്കെ ഉണ്ടാവും. അതിലൊരു ഹിന്ദുസ്ഥാനി പാട്ടുകാരൻ വന്നിങ്ങനെ പാടുകയാണ്. അടുത്തിരിക്കേണ്ട ഗുരു ഇരിക്കുന്നുണ്ട്, എൻ്റെ തൊട്ടടുത്ത് 2ാമത്തെ സീറ്റിലെങ്ങാണ്ട് ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ പാട്ടുകാരനോട് പറഞ്ഞു, ഹിന്ദുസ്ഥാനി പാട്ടാണ്, പഴയ അഫ്ഗാനിസ്ഥാനിലെ ഏതോ ഒരു കവി എഴുതിയിട്ടുള്ളതാണ് ഇദ്ദേഹം പാടുന്നത്, നിർത്താൻ പറഞ്ഞു അയാൾ. ഞാൻ ഇങ്ങനെ അല്ല എഴുതിയത്, അത് ആ ലൈൻ തെറ്റാ, അത് ഇങ്ങനെ ഒന്ന് പാട്, കറക്റ്റാവുന്നു. അപ്പോൾ ആരെഴുതിയെന്നാ പറയണത്? ഞാൻ എഴുതിയെന്നാ പറയുന്നത്. എന്ത് ധൈര്യത്തിലാണ് പറയണമെന്ന് ആലോചിച്ച് നോക്കൂ. ഏതോ ഒരു ഹിന്ദുസ്ഥാനി ഏതോ ഒരു കാലത്ത് എഴുതിയിട്ടുള്ള പാട്ട് പാടുമ്പോഴത്തേക്കും ഇദ്ദേഹം അവരുടെ മനസ്സിൽ കയറിയിട്ട് എന്ത് പറയും? ഇങ്ങനെയല്ല ഞാൻ എഴുതിയത്, ഇങ്ങനെ മാറ്റിയാൽ കറക്റ്റാവുന്നു. അത് വലിയൊരു കഴിവാണ്, പരകായ പ്രവേശം എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ മുഖതാവിൽ കണ്ടിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ കീഴിലൊക്കെ ഇങ്ങനെ കൂടെ താമസിക്കാനും കൂടെ ഇരിക്കാനും കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഉണ്ടാവുമോ, എപ്പോഴും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ചിലർക്കൊക്കെ ചില സമയത്തൊക്കെ ഉണ്ടാവും. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ കാണാൻ പറ്റുമോ വെച്ചാൽ പറ്റില്ല. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പറയുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ശ്രീകാന്ത് എന്ന് പറയുന്ന കാഞ്ഞങ്ങാട് താമസിക്കുന്ന ഒരാളുണ്ട്. അയാൾ തിരുവനന്തപുരത്തുകാരനാണ്. BSc ബോട്ടണി എങ്ങാണ്ടാണ്. രാജാവിൻ്റെ താവളിയിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ അയാൾ എല്ലാം പരിത്യജിച്ച്
ഞാൻ പയ്യന്നൂർ കാണുന്ന സമയത്ത് ഒരു ചെറിയ മുറിയിൽ ഈ പിന്നെ കെറസിൻ്റെ ചെറിയൊരു സ്റ്റൗ വെച്ചിട്ട് സ്വന്തം കഞ്ഞി ഉണ്ടാക്കി കുടിച്ച് കുറേ ബുക്കുകളുണ്ടാവും. ആ ബുക്ക് വായിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് കഴിഞ്ഞിട്ട് ആനന്ദാശ്രമം കാഞ്ഞങ്ങാട് കൊണ്ടുപോയിട്ട് അവിടെ പോയി താമസിച്ചു അയാൾ. അദ്ദേഹം സ്ഥിരമായിട്ട് ഭഗവത്ഗീതയുടെ ജീവാമൃതം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സീരീസ് എഴുതുമായിരുന്നു. ദ ബയോളജിക്കൽ ആസ്പെക്ട്സ് ഇൻ ഭഗവത്ഗീത എന്നായിരുന്നു. നന്നായിട്ട് സ്വന്തം പബ്ലിക്കേഷൻ, ഇൻറ്റഗ്രൽ പബ്ലിക്കേഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര്. പബ്ലിക്കേഷൻസ് ഇപ്പം ജീവിച്ചിരിപ്പില്ല. ആ ആശ്രമത്തിൽ തന്നെയാണ് താമസം. ആശ്രമത്തിലല്ല, അതിൻ്റെ തൊട്ടടുത്തൊരു വീട്ടിൽ വാടകയ്ക്കാണ് താമസം. ഞാൻ പോയി കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെട്ട സമയം പയ്യന്നൂർ വെച്ച് ചെറിയ മുറിയിൽ പരിചയപ്പെട്ട സമയത്ത് ഞാൻ വാസ്തുവിൻ്റെ ഒരു പ്രഭാഷണത്തിന് പോയതാണ്. അത് കഴിഞ്ഞപ്പോൾ വാസ്തുവിൻ്റെ ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, പയ്യന്നൂർ കേശവനാചാരി. അത് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി എന്നെ ശ്രീകാന്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടുത്തെ ഇരുന്ന സമയത്ത് ഞാൻ അന്ന് എഴുതിക്കൊണ്ടിരിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്തിട്ടൊരു ബുക്ക് എടുത്തിട്ട് ഇത് തുറന്നാൽ അത് ഇപ്പം നിങ്ങൾ പറഞ്ഞ കാര്യം അതിനകത്ത് കിട്ടും. വലിയ കൂമ്പാരാണ്, നമ്മൾ പ്രതീക്ഷിക്കുകയില്ല. എങ്ങനെ അങ്ങോട്ട് നോക്കാനില്ല, ഇങ്ങനെ തൊട്ടിട്ട് എടുത്തിട്ട് പറയുന്നത് ഇത് വായിച്ചാൽ അത് കിട്ടും. അങ്ങനെ ബുക്ക് വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ മൂകാംബിയെക്കുറിച്ച് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക, അതിൻ്റെ കവർ പേജ് വേണം. പക്ഷെ അത് ഞാൻ എവിടെയോ കണ്ടൊരു പടം കുറേ കാലമായിട്ട് എനിക്ക് കിട്ടും. ഇങ്ങനെ ബുക്ക് എടുക്കുന്ന ആളാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ബുക്കിന് ആവശ്യമായിട്ടുള്ളൊരു കവർ പേജ് എവിടെയാണ് കണ്ടതെന്ന് അയാൾക്ക് ഓർമ്മയില്ല. അപ്പം ഈ ബുക്കിൽ എവിടെ അല്ലെന്നേ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഗുരുവിൻ്റെ ബ്രദറും എന്നെ കാണാമെന്ന് എനിക്ക്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ് സർസേത് കോളേജിൽ, പ്രൊഫസർ KPC. അദ്ദേഹത്തിന് KPC ആണ്. ഇത് അനുജൻ ഭട്ടതിരിപ്പാടാണ്, നാരായണൻ ഭട്ടതിരിപ്പാട് ശ്ലോകം പഠിപ്പിക്കുന്ന ആളാണ്, ഇത് വേറൊരാളാണ്. അപ്പോൾ അദ്ദേഹം KPC. ഞാൻ പറഞ്ഞു ഈ KPCയുടെ പോക്കറ്റിനകത്ത് പേഴ്സിൻ്റെ ഉള്ളിൽ ആ പടം ഇരിപ്പുണ്ട്, എടുത്തോളാൻ പറഞ്ഞു. നമ്മളൊക്കെ ആദ്യമായിട്ട് കാണാം. അപ്പോൾ ശ്രീകാന്ത് ഇയാൾ ഉടനെ എടുത്തിട്ട് ഇതാണോ ചോദിച്ചു. ഇതാ ഞാൻ ഇത്രയും കാലം തപ്പണ പടം എന്ന് പറഞ്ഞു. മനസ്സിലാവുണ്ടോ? ഇത് ഞാൻ പറഞ്ഞതാണെന്ന് എനിക്ക് ഒരിക്കലും വിശ്വാസമില്ല. ആ ഒരു എൻവിറോൺമെൻറ്റിൽ അറിയാണ്ട് നമുക്ക് പറയിപ്പിക്കുന്നതാണ്. കോട്ടറ്റ് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. കുറേ പേരിൽ കാണാൻ പറ്റും. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം നമുക്കത് അനുഭവിക്കാൻ പറ്റുമോ, ഇനി ഇങ്ങനെ എനിക്ക് പറ്റിയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ പോക്കറ്റിലെ സാധനവും പറയാൻ പറ്റുമെന്ന് എനിക്കും പറയാൻ പറ്റില്ല. ആ ഒരു മൊമെൻറ്റിൽ ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. സോ ഇറ്റ്സ് നോട്ട് വളരെ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമൊന്നുമല്ല. മജീഷ്യനൊന്നും അല്ലല്ലോ നമ്മൾ. ഹിപ്നോട്ടിസ്റ്റ് അറിയുമെങ്കിലും ഹിപ്നോട്ടിസ്റ്റും അല്ല നമ്മൾ. ചിലപ്പോൾ ചില സംഭവങ്ങളിലൊക്കെ നടക്കും. ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ കേരളത്തിലേ അല്ല, ഒന്നാമത് കേരളത്തിലല്ല. പിന്നെ ഞാൻ എൻ്റെ പരിപാടിയേ അല്ലത്. നമ്മളിതുകൊണ്ട് ജീവിക്കുന്ന ആളുമല്ല, ഇത് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ആളുമല്ല. എവിടെയൊക്കെയോ അബദ്ധത്തിൽ ഇങ്ങനെ ഭഗവത്ഗീതയൊക്കെ അറിയാണ്ട് പഠിപ്പിച്ചു പോയി തുടങ്ങി ആരോ പറഞ്ഞു ഇങ്ങനെ വിളിച്ചു പോകുന്നു എന്നല്ലാതെ ആരെങ്കിലും അറിയുന്നൊരു കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്ന സംഭവങ്ങളല്ലാതെ മറ്റൊരു കാര്യം. മാത്സും ഫിസിക്സും കെമിസ്ട്രി പഠിപ്പിക്കലാണ് ഏറ്റവും ഇഷ്ടം. അതും +1 +2 പഠിക്കുന്ന കുട്ടികളൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തിക്കാൻ പറ്റിയാൽ, അങ്ങനെ കുറേ പേര് പല സ്ഥലത്തും എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ അത് നമുക്ക് പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നു. കുറേ ചോദിച്ച ചോദ്യങ്ങളുണ്ട്, പലയിടത്തുനിന്നും അറിഞ്ഞിട്ടുള്ള. പിന്നെ ഗുരുക്കന്മാരെ അങ്ങനെയൊക്കെ കിട്ടിയതുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ട് അത്രേ ഉള്ളൂ. യതിയൊക്കെ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. യതിയൊക്കെയാണ് നമ്മുടെ യതിയുടെയൊക്കെ ഏകല വിശേഷനാണെന്ന് വേണം പറയാം. അങ്ങനെ കുറേ പഴയ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള പലരെയും ചട്ടമ്പി സ്വാമികളെ കുറിച്ചൊക്കെ ഞാൻ ഇരിങ്ങാലക്കുടയിൽ ഒരു ദിവസത്തെ ഫുൾ പഠനം നടത്താനുള്ള ഒരു കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പഠിക്കാൻ എനിക്ക് ഏറ്റവും നല്ല എളുപ്പം എന്താണ് അല്ലേ? അങ്ങനെ ചിദാനന്ദപുരി, ഗിരീഷ് കുമാർ, അവരൊക്കെ നമ്മൾ ഫോണിൽ വിളിച്ചാൽ നമ്മുടെ വീട്ടിൽ വരും. അങ്ങനെ വന്നിട്ട് ഒരു ദിവസം ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അന്ന് ഒരു 10-30 ചെറിയ കുട്ടികൾക്ക് ഉള്ളൊരു ക്യാമ്പായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, ഈ കോൺഫറൻസിൽ പറയുന്ന സംഭവങ്ങളൊക്കെ എഴുതി ഡോക്യുമെൻ്റ് ചെയ്യലാണ് നിങ്ങളുടെ പണി. അങ്ങനെ നല്ല ഡോക്യുമെൻ്റ് ഉണ്ടാക്കി. അപ്പോൾ അവരെല്ലാവരും എഴുതുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ അടുത്ത ജനറേഷൻസിലേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ
അത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അത് ചെയ്തത്. കാരണം ഞാൻ 10 കൊല്ലം വരുമ്പോഴുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ. 10 കൊല്ലം മുമ്പാണെങ്കിൽ ഈ ഹാള് ഫുൾ. അന്നൊക്കെ ഞാൻ പണ്ട് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ചെയർ ഇട്ടിട്ട് ആൾക്കാർ ഇരിക്കുമായിരുന്നു, പ്ലാസ്റ്റിക് ചെയർ. അങ്ങനെ നിറഞ്ഞ സദസ്സുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പോൾ മാനേജ്മെന്റിന് പോലും താല്പര്യമില്ല, ടീച്ചേഴ്സിന് പോലും താല്പര്യമില്ല. കണ്ടില്ലേ? അല്ല, അതെന്തുകൊണ്ടാ വെച്ചാൽ ആ മാനേജ്മെന്റ് പറഞ്ഞാൽ ടീച്ചേഴ്സ് കേൾക്കുന്ന സ്വഭാവം ഉണ്ടായാലേ, ടീച്ചേഴ്സ് പറഞ്ഞാൽ അവരുടെ പിള്ളേർ കേട്ടാലേ അവരുടെ പാരൻസ് വരും. അല്ല, എത്ര നല്ല ഫെസിലിറ്റി, അതും ഭക്ഷണമുണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്, എല്ലാം ഉള്ള സ്ഥലമല്ലേ. അല്ല, ഞാൻ ഇവിടെ അങ്ങനെ കുറേ ചോദ്യങ്ങളും കണ്ടീഷൻസും ക്വസ്റ്റനും ഒന്നും ഇല്ലാണ്ടിരിക്കാൻ കാരണം പണ്ട് വന്ന സ്ഥലവും വലിയൊരു എക്സ്പീരിയൻസ് ഉള്ളതാകുമ്പോൾ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അങ്ങനെയാണ്. പിന്നെ അതിനിടയിലാണ് ഈ ചിലർക്കൊക്കെ എന്നെ കാണണം എന്നൊരാഗ്രഹമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പറ്റിയൊരു സ്ഥലമാണല്ലോ. കാരണം അല്ലെങ്കിൽ ഞാൻ കണ്ണൂരല്ലേ നടത്തേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എസ് എന്ന് പറഞ്ഞത്. ചോദിച്ചു. അതെ, അല്ലെങ്കിൽ ഇന്നലെ കറക്റ്റ് ആരോ മരിച്ചു, വർക്കിംഗ് ഡേ ആണ്, സാറ്റർഡേ സൺഡേ. ഇന്നലെ ചില ടീച്ചേഴ്സൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തു. മിഞ്ഞാന്ന് ടീച്ചേഴ്സ് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തല്ലോ, വരണമെന്നുണ്ട്. അപ്പോൾ അവർ 3-4 ടീച്ചേഴ്സിനോട് വിളിച്ചു ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞോ വേണ്ട. അതുപോലെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ടീച്ചേഴ്സിനോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിരിക്കും എല്ലാവരും അറ്റൻഡ് ചെയ്യണം. എല്ലാവരും അറ്റൻഡ് ചെയ്തേ. പക്ഷെ ഇത് അങ്ങനെ പറഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അതുപോലെ സ്റ്റുഡൻസ് കുറേ പേര്, ഇപ്പൊ ഈ 2 മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവരുടെ ബാച്ചിൽ കുറേ പേര് അറ്റൻഡ് ചെയ്തതല്ലേ. താല്പര്യം വേണം, അത്രേ ഉള്ളൂ. നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ മൈസൂരൊക്കെ പോയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഒരു പ്രോഗ്രാമിന്. ഹൈദരാബാദിൽ നിന്നൊക്കെ മൈസൂർ എത്തിയിട്ട് വലിയതായിട്ട് പ്രോഗ്രാമൊക്കെ അറിഞ്ഞു, ഒരാളുമില്ല. അതേ സമയത്ത് അതിനു മുമ്പ് വാസ്തു എന്നങ്ങാണ്ട് പറഞ്ഞൊരു പ്രോഗ്രാം നടന്ന സമയത്ത് ജനലിന്റെ പുറത്തൊക്കെ തുറന്നിട്ടിട്ട് ഇങ്ങനെ നിൽക്കണ്ടിരിക്കും ആൾക്കാർ. മനസ്സിലായോ? ജനൽ തുറന്നിട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം അവരിങ്ങനെ ഇങ്ങനെ എത്തി നോക്കേണ്ട ക്ലാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഇന്നലെ ഈ പിള്ളേരുടെയൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് IAS താല്പര്യമൊക്കെയുള്ളവരുടെ ഒരു ഗ്രൂപ്പ്, മാത്സ് താല്പര്യമുള്ളവരൊരു ഗ്രൂപ്പ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് താല്പര്യമുള്ളൊരു ഗ്രൂപ്പ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഫുൾ ആളാ. എന്നാൽ അതെന്താണെന്ന് അറിയോ? അതൊന്നും അറിയില്ല. അപ്പോൾ ആ വാക്ക് കേൾക്കുമ്പോഴുള്ളൊരു താല്പര്യം ഉണ്ടല്ലോ, അതിനകത്തേക്ക് ചാടിപ്പോ. AI എല്ലാവർക്കും താല്പര്യം. എന്താ ഇപ്പം AI? അതൊന്നും നമുക്കറിയില്ല അല്ലേ. അല്ല, ഞാൻ IKS ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ്, അതിനൊന്നും ആരുമില്ല. ഞാൻ ഇന്ത്യൻ നോളജ് IKS ഡോക്ടർ TPS നടിച്ചു നോക്ക്, ഇഷ്ടംപോലെ പ്രഭാഷണം നടത്തിയിട്ടുള്ള ആളാണ്. AI നടിച്ചു നോക്ക്, അതിനും പ്രഭാഷണം നടത്തിയിട്ടും ക്ലാസ് എടുക്കുന്ന ആളാണ് ഞാൻ. AI അപ്ലിക്കേഷൻസിന് ചില സംഭവങ്ങളിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്, നല്ലപോലെ യൂസ് ചെയ്യുന്നതാണ്. അല്ല, നമുക്ക് പലതും അതിൻ്റെ സിന്തസിസ് ഞാനിപ്പോൾ കാണിച്ചു തരാം, വേണമെങ്കിൽ പറയല്ല, കാണിച്ചു തരാം. ഞാൻ പറയുന്നത് നമ്മുടെ IKS എന്ന് പറയുന്ന നോളജാണ്. ആ നോളജിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. എല്ലാ സംഭവങ്ങളും നമുക്ക് എന്തു വേണോ, നമ്മുടെ എബിലിറ്റി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ ഡെമോൺസ്ട്രേറ്റ് ഒരു ടൂളാണ്, അതറിവല്ല. വിഷ്വലൈസേഷനും നോളജ് ഡീപ്പായിട്ട് ഇപ്പം ഇൻ്റർനെറ്റിൽ പല സ്ഥലത്തും നോളജ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് തപ്പി കണ്ടുപിടിക്കണം, കുറേ സമയം എടുക്കും. ഉടനെ നമ്മൾ കയ്യിൽ കിട്ടുമല്ലോ. അത് AI മാത്രമല്ല. തിന്നാൻ എന്താ ഏറ്റവും ഇഷ്ടം? മുട്ടയാണോ കോഴിയാണോ? മുട്ടയാണോ കോഴിയാണോ? മുട്ടയാണ്. എത്ര മുട്ട തന്നെ ഒരു ദിവസം? 4 മുട്ട തല്ലോ. എന്താ സംശയം? ഭഗവത്ഗീത കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൂപ്പനെ കണ്ണുണ്ടോ? അപ്പൂപ്പനെ 2 എനിക്കുണ്ടോ?
അപ്പൂപ്പന് മൂക്കുണ്ടോ? എനിക്കുണ്ടോ? പിന്നെന്താ? അപ്പൂപ്പനെ പോലെ ഇല്ല കാണാൻ. ഓക്കെ, രൂപം മാറി വരും. ഇങ്ങനെ വരിക, രൂപം മാറി. ഇപ്പൊ കാണുന്നവരൊക്കെ അപ്പൂപ്പന്മാരാണ്, കാണുന്നവരൊക്കെ അമ്മമ്മ. ഓക്കെ, കാണുന്ന താഴെയുള്ളവരൊക്കെ അനിയും. ഒരു ശ്ലോകം ചൊല്ലു പുറക്കെ, അത് വെക്ക് പുറക്കോടി. പാർത്ഥായ ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണ. ഇങ്ങനെ ചെല്ല, കൈ ഇങ്ങനെ ആയിക്കൊണ്ടാ ചെല്ല. ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ ഓം പാർത്ഥായ ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ പിടിക്കാം. ഇങ്ങനെ പിടിക്കുന്നത് എന്തിനാ? ഇതാണ് കൈ, ഇതാണ് തല. ഇങ്ങനെ പിടിച്ചു കൊള്ളാൻ പറ്റില്ല. കുരങ്ങന്മാരല്ലേ പിടിക്കുക അല്ലേ? അപ്പൊ അങ്ങനെ പിടിക്കുന്നതിന് പകരമാണ് ഇങ്ങനെ പിടിക്കുക. കൈ എവിടെ വെക്കണം? തലയിൽ വെക്കണം. ഇതാണ് കൈ തലയിൽ വെക്കണം. ഓം ഓം പാർത്ഥായ പ്രതിബോധനം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗിരിതാം പുരാണമുനിന അദ്വൈ മഹാഭാരതം വണ്ടർഫുൾ അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനി അമ്പത്വാമന സന്തതാമി ഭഗവതീം ഭഗവദ്ഗീത ഭവദ്വേഷിണി. വണ്ടർഫുൾ, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. അല്ലേ? എനിക്ക് ഒരാൾ എല്ലാ ദിവസവും വായിക്കും.